ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവർക്കും സുഖമാണ്. ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഹൻലാൽ സാറിൻ്റെ ചിക്കൻ കറിയെക്കുറിച്ച്, സ്പെഷ്യൽ ചിക്കൻ കറിയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉണ്ടാക്കി, ഞാൻ കഴിച്ചു എന്ന് ഞാൻ ലൈവിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് അറിയണ്ടേ? നോക്കാം നമുക്ക്. അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അത് ചൂടായപ്പോൾ അതിലേക്ക് കടുവിട്ട് കടുവെല്ലാം പൊട്ടി കഴിയുമ്പം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. കടുവെല്ലാം പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് എന്താണ് ഇടേണ്ടത്? ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതിൻ്റെ പേസ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കണം, അതിടണം. അതിന് മുമ്പ് കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ടതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതിൻ്റെ എല്ലാം കൂടെ പേസ്റ്റ് ഇട്ട് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി നന്നായിട്ട് അതിൻ്റെ പച്ച മണം എല്ലാം മാറിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സവാള നമ്മളൊന്ന് ചതച്ച് വെക്കണം. ആ സവാള അതിലേക്ക് ഇടണം. പച്ചമണം നന്നായിട്ട് മാറിയതിന് ശേഷമാണ് നമ്മൾ ഈ സവാള ചതച്ചത് അതിലേക്ക് ഇടുന്നത്. നമുക്ക് ആവശ്യത്തിന് എത്രയാണോ നമ്മൾ ചിക്കൻ എടുത്തിരിക്കുന്നത് ആ ഒരു കണക്കിനാണ് നമ്മളെല്ലാം എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അത്രയും ഞാൻ മുമ്പേ ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ സവാള ഈ പച്ചമണമെല്ലാം മാറുമ്പോഴേക്കും അതിലേക്ക് ഇടും. ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി അതിൻ്റെയും പച്ചമണമെല്ലാം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി, അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ ഇളക്കി. അതിനിടയ്ക്ക് ഉപ്പിടുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ടാലേ നമ്മൾ സവാള പെട്ടെന്നും അത് ഒന്ന് വഴണ്ട് വരത്തുള്ളൂ. അപ്പോൾ അതിനായിട്ടാണ് ഉപ്പിട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അത് ഒന്ന് നന്നായിട്ട് വാടി പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമ്മൾ അതിലേക്ക് മസാലകൾ ചേർക്കും. മസാല എന്ന് പറയാൻ പ്രത്യേകിച്ച് ലാൽ സാർ അതിലൊന്നും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ആകെ മഞ്ഞൾപ്പൊടി, നമ്മുടെ പെരുംജീരകം, കുരുമുളക് പൊടി, ഇത് ഇത്രയാണ് ആകെ മസാല പറയുന്നത്. അപ്പോൾ അത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കും. മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ആദ്യം ഇട്ടത്. അതൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മുടെ പെരുംജീരകം ചേർത്ത് കൊടുക്കും. പെരുംജീരകവും കൂടെ ചേർത്ത് അതും ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കും. പെരുംജീരകം ഇപ്പോൾ ഇടും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് അത് ഇളക്കി ഒന്ന് മൂത്തതിന് ശേഷം പിന്നെ നമ്മുടെ കുരുമുളക് കേട്ടനെ അതിലേക്ക് ഞാൻ കുറച്ചേ ഇടും കേട്ടോ. കാരണം പച്ചമുളക് കുറച്ചധികം ഞാൻ അതിൽ ചേർത്തു. അതുകൊണ്ട് കുറച്ച് കുരുമുളകേ ഞാൻ ഇട്ടിട്ടുള്ളൂ. കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ടേ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് എരി കണക്കാക്കി മാത്രമേ. പിന്നെ ചതച്ച മുളകുണ്ടല്ലോ, അതുകൊണ്ട് എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര എരിയായിപ്പോവും. അതുകൊണ്ട് കുറച്ച് ചേർക്കുന്നുള്ളൂ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ചിക്കൻ ചേർക്കും. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി. ഈ മസാല അതുമായിട്ട് നന്നായിട്ട് പിടിക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയാൽ മാത്രമേ ആ ചിക്കൻ, എന്ന് വെച്ചാൽ നമ്മൾ അരപ്പൊന്നും വെറുതുന്നില്ലല്ലോ, അതിലിട്ടല്ലേ, ആ അരപ്പിലിട്ടല്ലേ അത് വരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. കാരണം ചിക്കനിൽ നമ്മൾ ഉപ്പോ ഒന്നും ഒരു മസാലകളും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതിനെ നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉണക്ക തേങ്ങ, ഒരു തേങ്ങ അരമുറി തേങ്ങയില്ലേ, അരമുറി തേങ്ങ നമ്മൾ ഇതിന് മുമ്പായിട്ട് നമ്മൾ അതൊന്ന് ചുട്ടെടുക്കണം. ചുട്ടെടുത്തതിന് ശേഷം അതും പിന്നെ ഞാൻ വറ്റൽ മുളകും കൂടെ, വറ്റൽ അല്ലാതെ നമ്മുടെ വറ്റൽ ചതച്ചതില്ലേ, ചതച്ചതുണ്ടെങ്കിൽ അത് ഉള്ളവരാ അങ്ങനെ എടുക്കാം, അതെടുക്കാം. എനിക്കതില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് വറ്റൽമുളക് ചൂടാക്കി ഈ തേങ്ങയുടെ കൂടെ ഇട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്തത്. അത് ചതച്ചതാണ് ഞാനിപ്പോൾ ചേർത്തത് കേട്ടോ. അതും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഈ തവി കൊണ്ട് എനിക്കത് എതമല്ല, അത് ഞാൻ മാറ്റിയിട്ട് വേറൊരു തവി എടുത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് അടച്ച് വെക്കണം. നന്നായി അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ചിക്കനൊക്കെ വേവണ്ടേ. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ അടച്ച് വെച്ച് കുറേ നേരം കുക്ക് ചെയ്തെടുത്തു ഞാൻ കേട്ടോ. കുറേ നേരം ഞാൻ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. തട്ടിപ്പൊത്തിയൊക്കെ വെച്ച് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അത് മൂട്ടി പിടിക്കൂലേ, നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പം നമ്മൾ ഈ തേങ്ങയിലും നമ്മളല്ലാതെ ഒഴിച്ച എണ്ണയിലും പിന്നെ ചിക്കനിൽ നിന്നുള്ള ആ ഒരു വെള്ളത്തിലുമാണ് ഇത് വേവാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീ കുറച്ച് വെക്കണം. ഞാൻ പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഉപ്പ് കുറവ് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാനത് ഇട്ടത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ലാൽ സാറിൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി.
ഞാനിതിൻ്റെ പേര് നോക്കിയില്ല, എനിക്കതുകൊണ്ട് അതിൻ്റെ പേരറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി ലാൽ സാറിൻ്റെ. ഓക്കെ, ബായ്.